ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ശബരിമല എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഓൾറെഡി നമുക്കറിയാം ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണം മോഷണത്തിൻ്റെയും കാര്യങ്ങളും കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പോലീസിനൊക്കെ നല്ല പേരാണ് എല്ലായിടത്തും എന്നാലും അല്ലേ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ്, നമ്മുടെ ആഭ്യന്തര വകുപ്പും പോലീസും എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്കാണ് ശബരിമലയിൽ നിന്ന് ഏറ്റവും നല്ലൊരു ന്യൂസ് വന്നേക്കുന്നത്. നമ്മൾക്ക് തന്നെ ഇതുപോലെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഇതുപോലെ ഉണ്ടായിട്ടില്ല. കാരണം കേരള പോലീസിൽ ഒരു നല്ലൊരു സേന എന്ന് പറയുന്ന ഒപ്പം തന്നെ കുറേ പുഴുക്കുത്തുകൾ ഇതുപോലെ ഉണ്ടെന്നുള്ളതാണ് പാവപ്പെട്ട ഒരു വളരെ ദയനീയമായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമുക്കറിയാം, അവിടെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, തെലുങ്ക് തുടങ്ങിയ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവരുടെ നിന്നാണ് നമുക്ക് കാശ് മൊത്തം കിട്ടുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഭക്തരൊക്കെ അത്രയും ഭക്തിസാന്ദ്രമായിട്ട് 41 ദിവസം കഠിന വ്രതവുമൊക്കെ എടുത്ത് അയ്യപ്പനെ കാണാൻ വന്നിട്ട് ഇതുപോലൊരു സംഭവം നടന്നെന്ന് പറയുമ്പം ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് തെലുങ്കിൽ നടക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂസ് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിക്കാം. ఏటా లక్షల మంది అయ్యప్పలు శబరిమల అయ్యప్ప స్వామి వారిని దర్శించుకునేందుకు వెళ్తారు. అంతటి పవిత్రమైన ఆలయ సమీపంలో అపచారం జరిగింది. ఏపీలోని పశ్చిమ గోదావరి జిల్లాకు చెందిన భక్తులు శబరిమల వెళ్లారు. ఈ నేపథ్యంలో క్యూ లైన్ ఎక్కడా అని ఓ కేరళ పోలీసును అడిగారు. പറയുന്നതെല്ലാം തെലുങ്കിലാണ് കേട്ടോ. എനിക്കും വലിയ തെലുങ്കൊന്നും അറിയത്തില്ല. പിന്നെ ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട് തെലുങ്കിൽ, ഹൈദരാബാദിയായ ഫ്രണ്ട്സുകാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺവേർഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് പറയാം, ബാക്കിയും കൂടെ കേൾക്കും, ഒരുമിച്ച് നമുക്ക് അറിയാം. దీంతో ఆ పోలీస్ అధికారి ప్యాంట్ జిప్ ఓపెన్ చేసి అసభ్యకరంగా సైగలు చేశాడని భక్తులు తీవ్ర ఆగ్రహం వ్యక్తం చేశారు. పవిత్రమైన ఆలయంలో ఓ పోలీస్ అధికారి ఇంత గలీజ్ పని చేయడంతో అయ్యప్ప భక్తులు സംഭവം എന്താണെന്ന് വെച്ചാൽ, പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അയ്യപ്പ ഭക്തന്മാർ, ഇപ്പോൾ നമുക്കറിയാം 2-3 ദിവസമായിട്ട് അവിടുത്തെ ഭയങ്കര തിരക്കും ഒക്കെ കാരണം എല്ലാവർക്കും ഒന്നും കറക്റ്റായിട്ടുള്ള ദർശനത്തിനുള്ള അവസരം കിട്ടുന്നില്ലായിരുന്നു. അപ്പം 1-2 അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടം അവർ പോലീസിനോട് ദർശനം അയ്യനെ കാണാൻ സാധിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞപ്പം അവിടെ നിന്നുള്ള എന്നെ പറയുന്ന അവനെയൊക്കെ നല്ല തെറി പറയേണ്ട അവസ്ഥയാണ്. അവൻ സിബൂരി കാണിച്ചെന്നാണ് പുള്ളി പരാതി പറയുന്നത്. എന്താണേലും ഒരു അയ്യപ്പൻ ഇത്രയും കഠിന വ്രതം എടുത്തു വന്ന ഒരാൾ കള്ളം പറയത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ നമ്മുടെ നാട്ടിൽ പോലും പലരും നമ്മുടെ സുഹൃത്തുക്കൾ വ്രതമെടുത്ത് പോകുന്നു ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരൊക്കെ മാക്സിമം കള്ളം പറയാതെയും അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള രീതിയിലും പോകാൻ നോക്കും. അപ്പം തെലുങ്കിൽ നിന്ന് അയ്യപ്പനെ കാണാൻ വന്ന ഒരാൾ ഇങ്ങനൊരു കള്ളത്തരം പറയണമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇതിനടി വന്ന് കുറേ എണ്ണമൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ചുമ്മാ അടിച്ചിറക്കുന്ന കേരള പോലീസിന്. അതുമെല്ലാം എന്താ പറയുന്നത്, ഇവരെ വെളുപ്പിക്കാനുള്ള കുറേ പേരുണ്ടല്ലോ. അപ്പോൾ കേരള പോലീസിൻ്റെ മാനം കെടുത്താനായിട്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻസ് വരുന്നുണ്ട് ഇതിനടിയിലൊക്കെ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും കഠിന വ്രതം എടുത്തിട്ടാണല്ലോ ഇവരൊക്കെ വരുന്നത്. അവർ വന്നിട്ട് ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് അവർക്ക് അവിടെ നിന്ന് ഒന്നും ലാഭം കിട്ടാനില്ല. ഒന്നാമത്തെ കാര്യം, ഇവരുടെ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. അപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടൊരു സൗകര്യങ്ങൾ നമ്മൾ വലുതായിട്ടൊന്നും ഒരുക്കുന്നില്ല. കാരണം പലരും ഈ അടുത്തായിട്ട് തന്നെ അവിടുത്തെ പോരായ്മകളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരം വൃത്തികേടും കൂടെ കാണിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? കാരണം കേരള പോലീസിൽ നല്ല ഉദ്യോഗസ്ഥരുള്ളപ്പോഴാണ് ഇതുപോലുള്ള കുറച്ചെണ്ണങ്ങൾ വന്നിട്ട് അതിൻ്റെ മൊത്തം വില കളയാനായിട്ട് ഇങ്ങനത്തെ ഘട്ടങ്ങൾ കാണിക്കുന്നത്. നേരത്തെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത് കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല, അവിടെ നമ്മുടെ പോസ്റ്റിങ്ങിനൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ശബരിമല ഡ്യൂട്ടിക്ക് ഇടുന്നവരെ മിക്കവരും വിശ്വാസികളായിരിക്കണം എന്നൊക്കെ ഒരു നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ രീതിയൊക്കെ എങ്ങനെ മാറിയെന്ന് എനിക്കറിയത്തില്ല. അപ്പം അവർ നമ്മുടെ തെലുങ്കിൽ നിന്നുള്ള ആ ഒരു ഭക്തൻ അതിനെപ്പറ്റി విశదీకరిస్తున్నారు കാര്യങ്ങൾ. నేను దర్శనానికి వచ్చానండి. వస్తుంటే ముందు బంగారు మెట్లెక్కి అలా వెళ్ళానండి. తిరిగి వస్తే మళ్ళీ ఇటు వచ్చాను. ఒక ఆఫీసర్ వచ్చి దర్శనం అవ్వలేదని అంటే జిప్పిప్పు చూపిస్తున్నాడండి. క్యూ లైన్ ఎక్కడ అని అడిగినందుకు మన తెలుగు వాళ్ళని అసభ్యంగా ప్రవర్తించారు. ఇక్కడ కేరళ గవర్నమెంట్ అయినా ఒక పోలీస్ అయినా, ఆ పోలీస్ ని మనం ఎవరో ఎక్కడ అని అడుగుతుంటే ఆయన దొడ్డిదారిన బయటకు పంపేసి ఆయన లేరు, మీకు സ്പെഷ്യൽ ദർശനം మీకు ഇപ്പിస్తాം ദർശനം. അപ്പം അതാണ് സംഭവം. ഇതിൽ ഞാനിനിയും എന്താ നമുക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും സംസാരിക്കാനും പറയാനും ഇല്ല. കാരണം അത്രയും വൃത്തികേട് കാണിച്ച ആരെയാണെങ്കിലും, പിന്നെ അവർ പറയുന്നുണ്ട് അയാൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവർ തിരിച്ച് സംസാരിക്കാൻ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പുള്ളിനെ വിളിച്ചുകൊണ്ട് പോയി സേഫ് ആക്കിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഇനിയും അത് പുറത്തു വരുമെന്ന് തോന്നുന്നില്ല. അപ്പം ദയവ് ചെയ്തിട്ട് ആ കൂട്ടത്തിലുള്ളവരെങ്കിലും ആ ഒരു സംഭവത്തിനെ കണക്കിലെടുത്ത് പുള്ളിക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്ത് ഇവരോടുള്ള ഒരു മാപ്പെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു
അയ്യപ്പ ഭക്തന്മാർക്ക് നേരിട്ട പ്രശ്നത്തിന് എൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് പോലീസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെയും പേരിലൊരു മാപ്പും കൂടെ ചോദിക്കുകയാണ്. അതല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യമായിട്ട് തന്നെ ഇടപെടണം. ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഇടപെടണം. ഇങ്ങനെ വിശ്വാസവും കഷ്ടപ്പെടും സഹിക്കാൻ പറ്റാത്തവരൊക്കെ എന്തിനാണെന്ന് ഇങ്ങനൊരു ഡ്യൂട്ടിക്ക് വരുന്നത്? കാരണം ശബരിമല കേസ് നമുക്കറിയാം, നല്ല കഷ്ടപ്പാടാണ്, മനുഷ്യരാണ്, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, പോലീസുകാരും മനുഷ്യരൊക്കെയാണ്. പക്ഷേ എന്നാൽ പോലും അവിടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത്രയും വ്രതമെടുത്തൊക്കെ വരുന്നവരെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്താണ് അഭിപ്രായം എന്ന് അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.